വോക്ക് വിത്ത് ശ്രീ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാലാമത്തെ വ്ളോഗാണ് ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മലയോര മേഖലയാണ്, എൻ്റെ സ്വദേശം ഇരിട്ടിക്കാരനാണ് ഞാൻ ശരിക്കും. അപ്പോൾ വോക്ക് വിത്ത് ശ്രീ വ്ളോഗിൽ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി ഉളിക്കലിൽ നിന്ന് മട്ടിണി വഴി കോളിത്തട്ടേക്ക് പോകുന്ന വഴിക്ക് ഒരു വ്യൂ പോയിൻ്റ് സ്ഥിതി ചെയ്യുന്നുണ്ട്. മട്ടിണി വ്യൂ പോയിൻ്റ് എന്നാണ് എല്ലാവരും പറയാറ്. അപ്പോൾ ഒരുപാട് പേര് അറിഞ്ഞ് ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മലയോര മേഖലയെ സംബന്ധിച്ചിടത്തോളം ടൂറിസം മേഖലയ്ക്ക് ഒരുപാട് സാധ്യതകളുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ മട്ടിണി വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ മലയോരത്തിൻ്റെ സൗന്ദര്യം, നമ്മൾ ഒരുപാട് ദൂര യാത്രകൾ ചെയ്ത് വ്യൂ പോയിൻ്റൊക്കെ കാണാൻ പോകുന്നുണ്ട്. എന്നാൽ നമ്മുടെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലാതെ ആക്കരുത്, നല്ല ഒരു സൗന്ദര്യമുള്ള ഒരു വ്യൂ പോയിൻ്റാണ് മട്ടിണി വ്യൂ പോയിൻ്റ്. അപ്പോൾ നമുക്ക് അധികം പറഞ്ഞാൽ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് അതിൻ്റെ ആ ഒരു സൗന്ദര്യമൊക്കെ ഒന്ന് ആസ്വദിക്കാം. നല്ല മഴയൊക്കെ പെയ്ത് ഇങ്ങനെ തോർന്ന് നിൽക്കുന്ന വൈകിട്ടത്തുള്ള ഒരു അന്തരീക്ഷം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നേരിട്ട് തന്നെ ഈ ദൃശ്യങ്ങളിലൂടെ തന്നെ നമുക്കൊന്ന് കണ്ടു നോക്കാം. വാ. അപ്പോൾ നമ്മൾ വന്നപ്പോൾ നല്ല മഴ, അതിന് ശേഷം കാറിലൊക്കെ ഇരുന്ന് പിന്നെ നമ്മൾ വന്നു. അപ്പോൾ ഒരുപാട് പേര്, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഒരുപാട് പേര് ഇവിടെ വന്ന് ഇതൊക്കെ കാണുന്ന ഒരു സമയമായിരുന്നു. നല്ല മഴ ആയതുകൊണ്ട് ഇന്ന് കുറച്ച് ആൾക്കാരൊക്കെയാണ് വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ, കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി, മട്ടന്നൂർ ഇരിട്ടിയിൽ നിന്ന് ഏകദേശം ഒരു 9-8 കിലോമീറ്റർ ഉളിക്കലിലേക്ക്, ഉളിക്കലിൽ നിന്ന് കയ്യാപറമ്പ് വഴി എരുതുകടവ് വഴി മട്ടിണിക്ക് വരാം. അതുപോലെ തന്നെ നമ്മുടെ ഈ കർണാടകത്തിൽ നിന്നും അതുപോലെ തന്നെ മൈസൂർ നിന്നൊക്കെ വരുന്നവർക്ക് കൂട്ടുപുഴ വഴി, അതുപോലെ തന്നെ വള്ളിത്തോട് വഴി നമ്മുടെ മട്ടിണി വഴി ഇങ്ങനെയൊക്കെ വരാം. ബൈക്കിൽ വരാം. ബസ് റൂട്ട് തീരെ കുറവാണ് ഈ മേഖലയിൽ. അപ്പോൾ വരും കാലങ്ങളിൽ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസൊക്കെ ആയി മാറിക്കഴിയുമ്പോൾ ഒരുപാട് ബസ്സും കാര്യങ്ങളും പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇതിൻ്റെ സൗന്ദര്യമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇപ്പോൾ ആസ്വദിച്ചത്. ഇപ്പോൾ ടൂറിസം മേഖലയ്ക്ക് ഒരുപാട് സാധ്യതകളുണ്ട് എന്നുള്ളത് എടുത്തു പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രാവശ്യം നമ്മുടെ കൊട്ടിയൂർ മഹോത്സവമൊക്കെ കഴിഞ്ഞിട്ട് ചെറിയ 2 ദിവസം ആയിട്ടേ ഉള്ളൂ. നമ്മുടെ ഇതേപോലത്തെ വ്ളോഗൊക്കെ ചെയ്ത്, അതേപോലെ തന്നെ ഇതിൻ്റെ ഐതിഹ്യമൊക്കെ പറഞ്ഞ് കർണാടകത്തിലൊക്കെ ചെയ്ത്, തമിഴിലൊക്കെ ചെയ്ത്, ആന്ധ്രയ ഭാഷയിലൊക്കെ ചെയ്തപ്പോൾ ഒരുപാട് ഭക്തർ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തി. അതേപോലെ തന്നെ നമ്മുടെ മട്ടിണിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി ഒരുപാട് പേര്, ഇത് കാണുന്നവർ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തട്ടെ എന്ന് തന്നെ ഞാൻ പറയുകയാണ്. ഇപ്പോൾ എൻ്റെ കൂടെ വന്നത് എൻ്റെ കസിനാണ്, അപ്പോൾ അധ്യാപകനാണ്. അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം നമുക്ക് ഇതിൻ്റെ ഒരു ഫീലിങ്സ് എങ്ങനെയുണ്ട്. ഇനിയിപ്പോൾ പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങളിലെ കുട്ടികളെയൊക്കെ കൂട്ടി ഇവിടെ ഒരു 1 ഡേ ട്രിപ്പ് ഒരു വെക്കുമെന്നൊക്കെ നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ നമ്മുടെ അധ്യാപകനാണ്, സുരജ് കുമാർ സാറാണ്. അങ്ങനെ നമ്മൾ ഇവിടെ വന്നപ്പോഴുള്ള ഫീലിങ്സ്, ഞാൻ ആദ്യം ഇന്ന് വിളിച്ചപ്പം തന്നെ ഓടി വന്നു. നമുക്കിവിടെ തന്നെ പോകണമെന്ന് പറയാനുള്ള കാരണം എന്താ? ഞാൻ നോക്കുമ്പം നമ്മുടെ നാടിന് അടുത്തുള്ള സ്ഥലം തന്നെയാണ് ഈ മട്ടിണി കോളിത്തട്ട് ഈ സ്ഥലം, ഈ വ്യൂ പോയിന്റ്. അപ്പോൾ മാത്രമല്ല ഒരുപാട് പേര് വരുന്നുണ്ടെങ്കിലും ഈ സ്ഥലം പുറത്തുള്ളവർ വെച്ച് ഇതൊരു പ്രമുഖമായ അല്ലെങ്കിൽ പ്രശസ്തമായ സ്ഥലമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്ന് എല്ലാവരും അറിയിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ് നമ്മൾ 3 പേര് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്ഥലം കണ്ടപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും, കോടയൊക്കെ ഇറങ്ങി വരുന്ന സമയമാണ്. അതായത് മഴയ്ക്ക് മുമ്പും അതുപോലെ തന്നെ വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇവിടെ ധാരാളം കോട കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വരുന്നവർക്കെല്ലാം ഇഷ്ടപ്പെടുന്ന, കാരണം വളരെ ചുരുക്കം ചിലവിൽ എല്ലാവർക്കും എത്തപ്പെടാൻ പറ്റുന്ന സ്ഥലമാണ്. അപ്പം വലിയ കാശൊന്നും വേണ്ട ഇങ്ങോട്ടൊക്കെ വരാൻ. അതുപോലെ തന്നെ മാക്സിമം നമ്മുടെ അടുത്തുള്ള പ്രകൃതി സൗന്ദര്യങ്ങൾ വീക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും എത്തിച്ചേരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ നമ്മളിവിടെ വന്നുകൊണ്ട് നമുക്കൊരു നഷ്ടമില്ല, കാരണം എന്ന് വെച്ചാൽ അത്രയും പ്രത്യേകിച്ച് ഇതൊരു ശാന്തസുന്ദരമായ ഒരു പ്രദേശമാണ്. ഈ ഒരു പ്രദേശത്തിൻ്റെ മെയിനായിട്ട് ഇതൊരു വലിയ കുന്നിൻ്റെ മുകൾ ഭാഗമാണ്.
പക്ഷേ വണ്ടിക്ക് വരുമ്പോഴും നമ്മൾ ഇത്രയും കുന്നുകയറിയിട്ട് വരുന്നതായിട്ടൊന്നും യാതൊരു ഫീലും നമുക്ക് ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ നോക്കി ഒരുപാട് പ്രദേശങ്ങൾ നമ്മൾ ചുറ്റും നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇടത് സൈഡ് കാണുന്നത് ഈ പറയുന്ന പോലെ കർണാടക വനനിരകളാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും നമുക്ക് നല്ല പ്രകൃതി രമണീയമായ സ്ഥലം ഇവിടെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഇത് കാണുന്ന നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എല്ലാവരും വരിക, വളരെ ചുരുക്കം ചിലവിൽ ഇവിടെ എത്തിച്ചേരാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് മാത്രമല്ല ഈ ഒരു ഭംഗി പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിച്ചു പോവുക, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതോടൊപ്പം തന്നെ പ്രകൃതിയെ ശുചിയാക്കി ഇടുക എന്നതും നമ്മുടെ ദൗത്യമാണ്. നമ്മൾ ഓരോരുത്തരും അങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തണമെന്ന് അഭിപ്രായപ്പെടുന്നു. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മുടെ മാഷിൻ്റെ ഒരു അഭിപ്രായമാണ്, സാറിൻ്റെ ഒരു അഭിപ്രായമാണ്. വളരെ ഭംഗിയുള്ള ഒരു സ്ഥലം. ഉളിക്കലിൽ നിന്ന് ഏകദേശം ഒരു 5-6 കിലോമീറ്ററിനുള്ളിൽ, അത്ര പോലും ഇല്ലാന്ന് തോന്നുന്നു അല്ലേ, 5 കിലോമീറ്ററിനുള്ളിലുള്ള ഒരു സ്ഥലമാണ്, ഒരു വ്യൂ പോയിൻ്റാണ്. ശരിക്കും നമ്മുടെ മലയോര മേഖലയെ, പാലക്കയം തട്ട് ഇപ്പോൾ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൂറിസം മേഖലയാണ്. അതേപോലെ തന്നെ പൈതൽമല ഇപ്പോൾ വികസിച്ചുകൊണ്ടിരിക്കുന്ന ടൂറിസം മേഖലയാണ്. തൊട്ടടുത്തുള്ള നമ്മുടെ കാഞ്ഞിരക്കൊല്ലി, അളകാപുരി വെള്ളച്ചാട്ടം, ശശിപ്പാറ, അപ്പോൾ അതൊക്കെ ആയി ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മുടെ ഈ ഒരു 10-15-20 കിലോമീറ്ററിനുള്ളിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യൂ പോയിൻ്റ് കൂടിയാണ് നമ്മുടെ മട്ടിണി വ്യൂ പോയിൻ്റ്. അപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകർ എല്ലാവരും നമ്മുടെ ഈ ഇരിട്ടി വഴി കടന്നൊക്കെ പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കർണാടകത്തിലേക്ക് പോകുന്നവരാണെങ്കിൽ വള്ളിത്തോട് വഴി ഇങ്ങോട്ടൊന്ന് ജസ്റ്റ് കയറി ഒന്ന് കണ്ടിട്ട് പോകാം. അതോടൊപ്പം തന്നെ ഈ ചെറുപുഴ ഭാഗത്തേക്ക് പോകുന്നവർക്കാണെങ്കിൽ ജസ്റ്റ് ഇവിടെ വന്ന് ഫാമിലിയൊക്കെ ആയിട്ട് ഒന്ന് കണ്ടിട്ടൊക്കെ പോകാം. പിന്നെ ഇവിടെ നമ്മുടെ ഈ പ്രകൃതിക്ക് യോജ്യമായ രീതിയിലുള്ള മറ്റേ ഈ ഹോം സ്റ്റേ സൗകര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഭാവിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമ്മൾ ഇവിടെ വന്നതിന് ശേഷമുള്ള രണ്ടാമത്തെ മഴയും ഇവിടെ എത്തി. പക്ഷേ ആ മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് ഇതിൻ്റെ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കണം എന്ന് പറഞ്ഞ ഒരാൾ പെട്ടെന്ന് വന്ന് കാറൊക്കെ നിർത്തി ഇറങ്ങി. അപ്പോൾ അദ്ദേഹത്തെ എൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം വിശേഷങ്ങൾ. എന്താ പേര്? അജിത്ത്. എന്താ വർക്ക് ചെയ്യുന്നത്? ഞാൻ ദുബായിൽ. നമ്മൾ ഈ പ്രദേശത്ത് തന്നെയുള്ളതാണ്? എവിടെയാണ്? അറബിയിലാണല്ലേ? അപ്പോൾ ലീവിനൊക്കെ വരുമ്പോൾ നമ്മുടെ ഇതിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ വൈകുന്നേരമൊക്കെ വരും. നല്ല രസമാണ്. മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല കോടയും അടിപൊളിയാണ്. നല്ല അടിപൊളിയാണ് കാണാൻ. ഇവിടെ നിന്ന് പോയിട്ട് നമ്മൾ അവിടെയുള്ള കൂട്ടുകാരോടൊക്കെ ഇതിന്റെ സൗന്ദര്യം പറഞ്ഞു കൊടുക്കാറുണ്ടോ? എല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട്. അവര് ഇതൊക്കെ ലീവിന് വരുമ്പോൾ ഇവിടെ വരാൻ പറഞ്ഞ് അവരെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ എന്തൊക്കെ മാറ്റങ്ങളാണ് വരണം എന്നുള്ളൊരു ആഗ്രഹം ഈ ഒരു നാട്ടുകാരൻ്റെ രീതിയിൽ? മാറ്റങ്ങൾ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടൊരു കടയും ഒരു ചായ സ്പോട്ടും എല്ലാം വെച്ചാൽ നല്ല രസമായിരിക്കും, അടിപൊളിയായിരിക്കും. ആൾക്കാർ കുറെ പേര് മസ്റ്റായിട്ട് എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് ഇവിടെ. കാരണം ഇവിടെ നോക്കി ആ മട്ടന്നൂർ ആ ഭാഗങ്ങളെല്ലാം കാണാൻ പറ്റും. നമ്മുടെ എയർപോർട്ട് എല്ലാം കാണുന്നതാണ് ഇവിടുന്ന്. അതാണ് തീർച്ചയായും മട്ടന്നൂർ എയർപോർട്ട് വരെ നമുക്ക് ഇവിടുന്ന് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതും ഇതിൻ്റെ പ്രത്യേകതയാണ്. അതിൻ്റെ ഇവിടെ ഞാൻ നിൽക്കുന്നതിൻ്റെ ഇടത്ത് സൈഡ് മട്ടന്നൂർ എയർപോർട്ടും ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കർണാടക ഫോറസ്റ്റ് ഭാഗങ്ങളാണ് കാണാൻ പറ്റും. അപ്പോൾ 2 വ്യൂ പോയിന്റ് ആണ് നമ്മുടെ മട്ടണിയിലുള്ളത്. മട്ടണി വ്യൂ പോയിന്റ്, അതുപോലെ തന്നെ കൊടക് വ്യൂ പോയിന്റ് എന്ന് കൂടി പറയാം അല്ലേ? നമുക്ക് വിസിറ്റ് ചെയ്യാത്തവർ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണിത്. അപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകർ നമ്മുടെ ഈ പ്രദേശത്തുള്ള ആൾ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഒരുപാട് കൂട്ടുകാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ലീവിന് പോയപ്പോൾ എൻ്റെ സ്വന്തം നാടായ അറബി മട്ടിണിയിലെ വ്യൂ പോയിന്റ് പോയി കാണണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ? അല്ലേ? അപ്പോൾ എന്തായാലും ഇത് കാണുന്ന എല്ലാവരും നമ്മുടെ മട്ടിണി, കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി, ഉളിക്കൽ, മട്ടിണിയിൽ എത്തണമെന്ന് എന്തായാലും എത്തിയിരിക്കണം. ഓക്കെ. അപ്പോൾ പെരുമഴക്കാലത്ത് നമ്മുടെ മട്ടിണിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പുറപ്പെട്ടത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇന്ന് ഞായറാഴ്ചയൊക്കെ ഒരുപാട് പേരുണ്ടാവുമെന്നൊക്കെ വിചാരിച്ചു. എന്നാലും വിരലിലുണ്ടാവുന്ന കുറച്ച് പേരൊക്കെ വന്നു. നമ്മുടെ അജിത്ത് വിദേശത്ത് നിന്ന് വന്നതാണ്. അജിത്ത് പറഞ്ഞല്ലോ നമ്മുടെ ഈ വ്യൂ പോയിന്റ് ഇതുപോലെ ഇരുന്നാൽ പോരാ, കുറച്ചുകൂടി വിപുലീകരിച്ച് നല്ല ഒരുപാട് പേർക്കൊക്കെ വരാൻ പറ്റുന്ന, ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ മാറ്റണമെന്നാണ് നമ്മുടെ അജിത്തിൻ്റെ ആഗ്രഹം. അതോടൊപ്പം തന്നെ നമ്മുടെ അധ്യാപകൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട്
ഇത് കാണുന്ന പ്രേക്ഷകർ എന്തായാലും മട്ടിണിയിൽ വരണം. നമ്മൾ ഇത് കാണുന്നവർ ഓരോ സ്ഥലത്ത് എത്തുമ്പോഴാണ് ആ സ്ഥലത്തിന് പ്രാധാന്യമേറുന്നത്. അവിടുത്തെ അധികൃതരൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഡെവലപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇത് കാണുന്നവരെല്ലാവരും ഇനി മട്ടിണി, നമ്മുടെ ഇരിട്ടി, കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി, ഉളിക്കൽ, മട്ടിണി കോളിത്തട്ട് പോകുന്ന വഴിക്ക്, മട്ടിണിയിൽ നിന്ന് കോളിത്തട്ട് പോകുന്ന വഴിക്ക് ഇവിടെ എത്തണം. 2 വ്യൂ പോയിൻ്റാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇവിടുന്ന് മട്ടന്നൂർ എയർപോർട്ട് വരെ കാണുന്ന ഒരു വ്യൂ പോയിൻറ്റും അതോടൊപ്പം തന്നെ ഇവിടുന്ന് അപ്പുറത്ത് കർണാടക ഫോറസ്റ്റ് കാണുന്ന ഒരു വ്യൂ പോയിൻ്റ്. അപ്പോൾ ആരും ശ്രദ്ധിക്കാതെ പോയ 2 വ്യൂ പോയിൻ്റാണ് ഇന്ന് വോക്ക് വിത്ത് ശ്രീ വ്ളോഗിലൂടെ നിങ്ങൾ കണ്ടത്. ചെറിയൊരു വിശേഷമാണ് നമ്മൾ ഇത്രയും നേരം ചെയ്തത്. അപ്പോൾ താങ്ക് യു. നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഒരു ടാറ്റ കൊടുത്തു. അപ്പോൾ ഞാൻ